നമുക്ക് ആദ്യത്തെ ഉദാഹരണം നോക്കാം. ജദുവൽ, ജദുവൽ, അരുവി. അതിന്റെ ബഹുവചനം? ജദാവൽ, ജദാവൽ, അരുവികൾ. ഇത് കുറച്ചുകൂടി ഒരു ക്രമം പോലെ തോന്നുന്നുണ്ടല്ലേ? അതെ. എന്നാൽ അടുത്തത് നോക്കൂ. ബീർ, ബീർ, കിണർ. അതിന്റെ ബഹുവചനം എന്താ? ആബാർ, ആബാർ, കിണറുകൾ. ഓ, ശരിയാണല്ലോ. ബീർ ആബാർ. ഹദീഖ, ഹദീഖ, പൂന്തോട്ടം. ആ, അതിന്റെ ബഹുവചനം ഹദാഇഖ്, പൂന്തോട്ടങ്ങൾ. ഇവിടെ മറ്റേ ഏകവചനത്തിന്റെ അവസാനം കണ്ട ആ ഥാ മർബൂട്ട, ത, അത് ബഹുവചനത്തിലില്ല. ആ, അത് ഞാനും ശ്രദ്ധിച്ചു. അപ്പോ ഈ താ മർബൂത്തയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? സാധാരണയായി അറബിയിൽ സ്ത്രീലിംഗ നാമങ്ങളെ സൂചിപ്പിക്കാൻ ഈ ഥ മർബൂത്ത ഉപയോഗിക്കാറുണ്ട്. മിക്കപ്പോഴും ബഹുവചനമാക്കുമ്പോൾ അത് പോകും ചിലപ്പോൾ. ആ, അങ്ങനെ. അതുപോലെ ബൈത്ത്, വീട്. അതിന്റെ ബഹുവചനം ബുയൂത്ത്, വീടുകൾ. പിന്നെ സഹ്ർ, പൂവ്. അത് അസ്ഹാർ, പൂക്കളാവും. പിന്നെയുണ്ട് ഷജറ, മരം. അതും താ മർബൂത്തയിലാണല്ലോ അവസാനിക്കുന്നത്. അതെ, അതിന്റെ ബഹുവചനം അഷ്ജാർ, അഷ്ജാർ, മരങ്ങൾ. അതുപോലെ ഹയവാൻ, മൃഗം എന്നത് ഹയവാനാത്ത്, മൃഗങ്ങൾ. നബാത്ത്, ചെടി. അത് നബാത്താത്ത്, ചെടികൾ. ചൂണ്ടുനാമങ്ങൾ, അതാണ് അടുത്ത വിഷയം. പുല്ലിംഗമാണെങ്കിൽ ഹാദ എന്നും സ്ത്രീലിംഗമാണെങ്കിൽ ഹാദിഹി എന്നും ഉപയോഗിക്കണം എന്ന് പറയുന്നു. അറബിയിലും നാമങ്ങളെ പുല്ലിംഗം, മുദക്കർ, സ്ത്രീലിംഗം, മുഅന്നസ് എന്നിങ്ങനെ തരംതിരിക്കും. അത് വസ്തുക്കളുടെ ശരിക്കുള്ള ആണോ പെണ്ണോ എന്നതുമായി ബന്ധമുണ്ടോ? എപ്പോഴും വേണമെന്നില്ല. ചിലപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കൾക്കും ഈ ലിംഗഭേദമുണ്ടാകും. അതൊരു വ്യാകരണപരമായ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അതിനോട് ചേർന്നു വരുന്ന വാക്കുകൾക്കും മാറ്റം വരും. എങ്ങനെയുള്ള വാക്കുകൾക്ക്? ഈ ചൂണ്ടുനാമങ്ങൾക്ക് ഹാദാ, ഹാദിഹി പോലെ. പിന്നെ വിശേഷണങ്ങൾക്ക് അഡ്ജക്റ്റീവ്സ്. ഉദാഹരണത്തിന് നല്ലത് എന്ന് പറയാൻ ജമീൽ എന്നത് പുല്ലിംഗം, ജമീല എന്നത് സ്ത്രീലിംഗം. ആഹാ, അപ്പൊ താമർബുത്വ വീണ്ടും വരുന്നല്ലേ സ്ത്രീലിംഗത്തിൽ? അതെ, വിശേഷണങ്ങളിലും അത് വരാം. അതുപോലെ വലുത് എന്നതിന് കബീർ, പുല്ലിംഗം, കെബീറ, സ്ത്രീലിംഗം. വൃത്തിയുള്ളത് എന്നതിന് നലീഫ്, പുല്ലിംഗം, നലീഫ, സ്ത്രീലിംഗം. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ആ താ മർബൂത്വത്തിൽ അവസാനിക്കുന്ന നാമങ്ങൾ മിക്കവാറും സ്ത്രീലിംഗമായിരിക്കും അല്ലേ? നേരത്തെ പറഞ്ഞ ഹദീഖ, പൂന്തോട്ടം, ഷജറ, മരം, പിന്നിവിടെ ബിർക്ക, കുളമൊക്കെ. അതെ, അതൊരു നല്ല സൂചകമാണ്. എന്നുവെച്ച് അതൊരു 100% നിയമമൊന്നുമല്ല കേട്ടോ. താം മർബൂത്തോ ഇല്ലാതെയും സ്ത്രീലിംഗ വാക്കുകളുണ്ട്, തിരിച്ചുമുണ്ട്. പക്ഷേ തുടക്കക്കാർക്ക് ഇതൊരു എളുപ്പവഴിയാണ്. അപ്പോ വാക്യങ്ങൾ നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഉദാഹരണത്തിന് ഹാദാ നഹറുൻ ജമീലുൻ, ഇത് മനോഹരമായ ഒരു പുഴയാണ്. ഇവിടെ നഹർ, പുഴ എന്ന വാക്ക് പുല്ലിംഗമായിട്ടാണ് അറബിയിൽ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇത് എന്നതിന് ഹാദ എന്നും മനോഹരമായ എന്നതിന് ജമീൽ എന്നും ഉപയോഗിച്ചു. ശരി. അതുപോലെ ഹാദാ ബൈത്തുൻ കബീറുൻ, ഇത് ഒരു വലിയ വീടാണ്. ബൈത്ത്, വീട്, പുല്ലിംഗം. ഖദീഖ സ്ത്രീലിംഗമായതുകൊണ്ട് ഹാദിഹി വന്നു, ജമീലത്തുൻ എന്നും വന്നു. കൃത്യമായി. അതുപോലെ ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ, ഇത് ഒരു വലിയ മരമാണ്. ഷജറ സ്ത്രീലിംഗം, അതുകൊണ്ട് ഹാദിഹി കബീറത്തുൻ. ഓക്കെ, അപ്പോൾ ഈ വാക്കുകൾ തമ്മിലൊരു പൊരുത്തം, ഒരു അഗ്രിമെന്റ് വേണം അല്ലേ? നാമം പുല്ലിംഗമാണെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുന്നതും ചൂണ്ടിപ്പറയുന്നതും പുല്ലിംഗ രൂപത്തിലായിരിക്കണം. അതെ. സ്ത്രീലിംഗമാണെങ്കിൽ അതുപോലെ. അഭിവാദന രീതികൾ ഒരു സംസ്കാരത്തിന്റെ കണ്ണാടിയാണ് ശരിക്കും. ഇവിടെ ഏറ്റവും പ്രധാനം അസ്സലാമു അലൈക്കും ആണ്. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതിന് മറുപടി വ അലൈക്കുമുസ്സലാം, നിങ്ങൾക്കും സമാധാനമുണ്ടാകട്ടെ. അതെ, ഇത് നമ്മൾ സാധാരണ പറയുന്ന ഒരു ഹലോ അല്ലെങ്കിൽ ഹായ് പോലെയല്ല. അതിനേക്കാൾ ആഴമുണ്ട്. പരസ്പരം ഒരു നന്മ, ഒരു സമാധാനം ആശംസിക്കുകയാണ്. ഒരു പ്രാർത്ഥനയുടെ സ്വഭാവം പോലുമുണ്ട് അതിന്. ശരിയാണ്. അതുപോലെ രാവിലെയും വൈകുന്നേരവുമുള്ള ഗ്രീറ്റിംഗ്സിലും ഒരു പ്രത്യേകതയുണ്ട്. സൊബാഹുൽ ഖൈർ, നല്ല പ്രഭാതം. അതിന്റെ മറുപടി എന്താ? സബാഹുൻ നൂർ, പ്രകാശമുള്ള പ്രഭാതം. ഖൈർ എന്ന് പറഞ്ഞാൽ നന്മ. അപ്പോ നന്മ ആശംസിക്കുമ്പോൾ തിരിച്ച് നൂർ, അതായത് പ്രകാശം ആശംസിക്കുന്നു. വെറുമൊരു വാക്കിനു പകരം അതേ വാക്ക് പറയുകയല്ല. അതെ, ഒരു പടി കൂടി കടന്ന് കൂടുതൽ പോസിറ്റീവായ ഒന്നാണ് തിരിച്ചു നൽകുന്നത്. വൈകുന്നേരമാണെങ്കിൽ മെസാ ഉൽ ഖൈർ, ശുഭസായാഹ്നം. മറുപടി മെസാ ഉൻ നൂർ,
പ്രകാശമുള്ള സായാഹ്നം. കൊള്ളാം. ഈ നൂർ എന്ന വാക്കിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഉണ്ട്. ഇത് അറബ് സംസ്കാരത്തിൽ ഭാഷ ഉപയോഗിക്കുന്നതിലെ ഒരു സൗന്ദര്യമാണ്. പരസ്പര ബഹുമാനത്തിന് ഊന്നൽ കൊടുക്കുന്ന രീതി. പിന്നെ സുഖവിവരം ചോദിക്കുന്നത് കൈഫൽ ഹാൽ, എന്തുണ്ട് വിശേഷം? മറുപടി സാധാരണയായി സെയിൻ അൽഹംദുലില്ല എന്നാണല്ലോ. അതെ, സെയിൻ എന്നാൽ നല്ലത്, സുഖം, കൂടെ അൽഹംദുലില്ല, ദൈവത്തിന് സ്തുതി. ഇവിടെയും ആ ഒരു സാംസ്കാരികമായ കാര്യം വരുന്നുണ്ട്. വ്യക്തിപരമായ സൗഖ്യത്തെ ദൈവവുമായി ബന്ധിപ്പിച്ച് നന്ദി പറയുന്ന രീതി. ശരിയാണ്. പിന്നെ ശുക്രൻ, നന്ദി, അതിന് മറുപടി അഫ്വൻ. ഒരു 4ാം ക്ലാസ്സിലെ അറബി പുസ്തകത്തിൽ മാലിന്യം, പ്ലാസ്റ്റിക്, ജലസംരക്ഷണം ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് എനിക്കതൊരു പ്രധാനപ്പെട്ട കാര്യമായി തോന്നി. അൽഫുദലാത്ത് മാലിന്യങ്ങൾ, അൽ അക്യാസുൽ ബ്ലാസ്റ്റിക്കിയ പ്ലാസ്റ്റിക് സഞ്ചികൾ, അൽ ഖവാരീർ കുപ്പികൾ, ഈ വാക്കുകളൊക്കെ പഠിപ്പിക്കുന്നു. അതെ, വെറുതെ വാക്കുകൾ പഠിപ്പിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. അതിനോടൊപ്പം ചില സന്ദേശങ്ങൾ കൂടി കൊടുക്കുന്നുണ്ട്. ഇത് ഭാഷാ പഠനത്തിന്റെ കൂടെ തന്നെ മൂല്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ട് കാണാം. അതെ, ഭാഷയെ ഒരു സാമൂഹിക ഉത്തരവാദിത്തം പഠിപ്പിക്കാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു. ശരിയാണ്. എന്തൊക്കെയാണ് സന്ദേശങ്ങൾ? ഹാഫിദ് അല നദാഫത്തിൻ നെഹർ, പുഴയുടെ ശുചിത്വം കാത്തുസൂക്ഷിക്കുക. അൽമാഉ അസാസുൽ ഹയാത്ത്, ജലം ജീവന്റെ അടിസ്ഥാനമാണ്. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെങ്കിലും ഒരു കുട്ടികളുടെ പുസ്തകത്തിൽ ഇതിങ്ങനെ കാണുന്നത് ശരിക്കും ശ്രദ്ധേയമാണ്. തുടർന്നുമുണ്ട് സലാമത്തുൽ ബഷർ ഫി സലാമത്തുൽ ബിഅ, മനുഷ്യന്റെ സുരക്ഷ പരിസ്ഥിതിയുടെ സുരക്ഷയിലാണ്. ഹിമായത്തുൽ ബിയത്തി ആസൂലിയത്തുന, പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹാഫിദ് അല നലാഫത്തിൽ ബിഅ, പരിസ്ഥിതിയുടെ ശുചിത്വം കാത്തുസൂക്ഷിക്കുക. ഹാഫിദ് അല നലാഫത്തിൽ ബിർക, കുളത്തിന്റെ ശുചിത്വം കാത്തുസൂക്ഷിക്കുക. അഫ്ദലുഹ, അത്വയ്മ അഫ്ദലുഹ. ഇതില് തുടക്കത്തിൽ തന്നെ ചായ, ഷായ്, പിന്നെ പാല്, ഹലീബ്. അതുപോലെ ചോറിന് റുസ്, റൊട്ടിക്ക് ഖുബ്സ്. ഈ ഖുബ്സ് അറബ് ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. പലതരം ഖുബ്സ് ഉണ്ട് അവിടെ. ശരിയാണ്. പിന്നെ ഇത് നോക്കൂ, ഇദാം ദജാജ്, അതായത് കോഴിക്കറി. പിന്നെ സമക് മക്ലി, പൊരിച്ച മീൻ. ഇതില് നോക്കുവാണെങ്കിൽ മൗസ്, വാഴപ്പഴം. പക്ഷെ ഇതിന് മുൻപത്തെ പേജിൽ ഒരെണ്ണത്തിന് മൗസ എന്നല്ലേ കണ്ടത്? അതെ, അതൊരു നല്ല പോയിന്റാണ്. അറബിയിൽ ഒരെണ്ണമാവുമ്പോഴും ഒരു കൂട്ടമാവുമ്പോഴും വാക്കിൽ ചെറിയ മാറ്റങ്ങൾ വരും. മൗസ ഒരെണ്ണം, മൗസ് ഒരു കൂട്ടം അല്ലെങ്കിൽ ജനറൽ ആയിട്ട്. ഓ അങ്ങനെ. ഓക്കെ. പിന്നെ പപ്പായ ഉണ്ട്, ബബായ, പേരക്ക, ജവാഫ, തണ്ണിമത്തൻ, ബിത്തീഹ്. ആപ്പിള് വീണ്ടും വന്നിട്ടുണ്ട്, തുഫാഹ്. അതെ, പൈനാപ്പിളിന്റെ വാക്ക് എളുപ്പമുണ്ടല്ലോ, അനനാസ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ കിട്ടും. ശരിയാണ്. ഈ അനനാസ് പോലത്തെ വാക്കുകൾ, ആ പഴം ലോകം മുഴുവൻ എത്തിയപ്പോൾ അതിന്റെ പേരും കൂടെ സഞ്ചരിച്ചു എന്ന് പറയാം. അതേസമയം മാമ്പഴത്തിന് അംബജ്, മുന്തിരിക്ക് ഇണബ് എന്നൊക്കെയാണ്. പിന്നെ നമ്മുടെ അടുക്കളയിലെ പ്രധാനികള് പച്ചക്കറികളാണല്ലോ, അൽ ഖുദ്രവാത്ത്. ഇവിടെ തക്കാളിക്ക് തമാത്തിം, ഉരുളക്കിഴങ്ങിന് ബത്താത്തീസ്, വെണ്ടയ്ക്കയുണ്ട്, ബാമിയ, വഴുതനങ്ങ, ബാദിഞ്ചാൻ. കേൾക്കാനൊരു രസമുണ്ടല്ലേ? അതെ. പിന്നെ ക്യാരറ്റ് ജസർ, വെളുത്തുള്ളിക്ക് ഥൂൾ, വെള്ളരിക്ക് ഖിയാർ, ബീൻസ് ഫൂൽ. ലൗനി അഹ്മർ, ഷക്ലി മുസ്തദീർ, അന ലദീദ്, അന ദിനൽ ഫവാക്കെ, മൻ അന. ഏകദേശം മലയാളത്തിൽ പറഞ്ഞാൽ, എന്റെ നിറം ചുവപ്പാണ്, എന്റെ രൂപം ഉരുണ്ടതാണ്, ഞാൻ രുചികരമാണ്, ഞാൻ പഴങ്ങളിൽപ്പെട്ടതാണ്, ഞാൻ ആരാണ്? ഉത്തരം വളരെ എളുപ്പം, ആപ്പിൾ അല്ലേ? അറബിയിൽ തുഫാഹ്. നിറം, രൂപം, രുചി, പിന്നെ അതൊരു പഴമാണ് എന്നുള്ള ക്ലൂ. ഇതൊക്കെ വെച്ച് കണ്ടുപിടിക്കണം. ലളിതം. അടുത്തത് അറബിയിൽ അന മിനൽ ഖുദ്റാവാത്ത്, ലൗനി ബുർത്തുഖാലി, അന മലി ഉംബിൽ വിറ്റാമീനാത്ത്, യുഹിബുനി അൽ അർനബ്, മൻ അന. മലയാളത്തിൽ ഞാൻ പച്ചക്കറികളിൽപ്പെട്ടതാണ്, എന്റെ നിറം ഓറഞ്ചാണ്, ഞാൻ വിറ്റാമിനുകളാൽ നിറഞ്ഞതാണ്, മുയൽ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ ആരാണ്? മുയലിനിഷ്ടമുള്ള ഓറഞ്ച് നിറമുള്ള പച്ചക്കറി,
കാരറ്റ്. അറബിയിൽ ജസർ. ജസർ. ഇവിടെ പച്ചക്കറി, ഖുദ്രാവാത്ത്, വിറ്റമിൻ, ഫീത്തമീനാത്ത്, മുയൽ, അർണബ് അങ്ങനെയുള്ള വാക്കുകളും വരുന്നുണ്ട്. അതെ. ഇനി മൂന്നാമത്തേത് അറബിയിൽ അന മല്ലുക്കുൽ ഫവാഖിഹ് തെറാനി അല ഷജറ തഇമീൻ ലദീസ് മൻ അന. മലയാളത്തിൽ ഞാൻ പഴങ്ങളുടെ രാജാവാണ്, നിങ്ങളെന്നെ മരത്തിൽ കാണുന്നു, എന്റെ രുചി നല്ലതാണ്, ഞാൻ ആരാണ്? പഴങ്ങളുടെ രാജാവ്, മലിക് അൽ ഫവാക്കിഹ്. അത് കേൾക്കുമ്പോഴേ ഉത്തരം കിട്ടും, മാങ്ങ. മാങ്ങ. ഇവിടെ ഉത്തരമായിട്ട് അൻബജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്.